നിയന്ത്രണങ്ങൾ അത് ഏത് തരത്തിലാണ് ഏർപ്പെടുത്തുന്നത്? സുഗമമായിട്ടുള്ള തെരച്ചിലിനായി എന്തൊക്കെ സംവിധാനങ്ങളാണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്? പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് എന്നാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത്? നമുക്ക് ഏകദേശം ഒരു സമയം അത് മുൻകൂട്ടി നിശ്ചയിക്കുക, അത് സാധ്യമാണോ ഈ ഘട്ടത്തിൽ? എൽദോ, വളരെ ശക്തമായ ഒരു മഴ സാധ്യതയുണ്ട്. അല്പസമയത്തിനകം മഴ വരും. പക്ഷേ ഇതൊന്നും രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നതിനോ ഒരു തടസ്സവുമല്ല. അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ 3 കിലോമീറ്റർ ഇപ്പുറം ഈ സ്ഥലത്ത് ശിരൂർ തന്നെയാണിത്. ഇവിടെ ഈ ഇത്തരത്തിൽ ബാരിക്കേഡ് വെച്ചാണ് ഈ തടയുന്ന ഒരു സാഹചര്യമുള്ളത്. ഇതിനപ്പുറത്തേക്ക് ആരും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല. എന്തായാലും ഈ മൊബൈൽ ഫോണാണ് പ്രധാനമായും ഇന്ന് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം മൊബൈൽ ഫോൺ ഇത്തരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഡ്രോണിൽ നിന്നുള്ള സിഗ്നലിനെ അത് കാര്യമായി തന്നെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ ഡ്രോൺ സിഗ്നൽ കൃത്യമായ വിവരങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മൊബൈൽ ഉപയോഗിക്കുന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാലും ശക്തമായ മഴയാണ്. കാറ്റ് വീണ്ടും പഴയ കാലാവസ്ഥ തന്നെ, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള കാലാവസ്ഥ തന്നെ ഇപ്പോൾ വീണ്ടും ഉണ്ടാകും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. മരങ്ങളൊക്കെ വലിയ തോതിൽ കാറ്റിൽ ശക്തമായി ഇത്തരത്തിൽ നിൽക്കാൻ പോലും. ഇവിടുത്തെ മഴയുടെ ഒരു പ്രത്യേകത അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് ഇത്തരത്തിൽ വലിയ തോതിലുള്ള മഴ, പെട്ടെന്ന് മഴ വരുന്ന ഒരു സാഹചര്യം, അതും ശക്തമായ മഴയത്ത് കുട പിടിച്ചു പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, ആ ശക്തമായ കാറ്റ്. എന്തായാലും അല്പസമയം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, നമ്മളത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കാലാവസ്ഥ മാറിയിരിക്കുന്നു. ശക്തമായ കാറ്റും ഒപ്പം ശക്തമായൊരു മഴയും ഇപ്പോൾ വരുമെന്ന രീതിയിലുള്ള കാലാവസ്ഥയാണ്. എന്തായാലും ഇത് ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് രക്ഷാപ്രവർത്തകരുമായി ഇത്തരത്തിൽ ദൌത്യം സംഘമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്രയും ഏത് പ്രതികൂല സാഹചര്യത്തിലും പരമാവധി നമ്മൾ പ്രവർത്തിക്കും. കാരണം ഇതിന്റെ വളരെ നിർണായകമായ കണ്ടെത്തലുകളുടെ ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ സമയം കളയാനില്ല. രാത്രി തെരച്ചിൽ പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് തന്നെ നടത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അർജുനെ കണ്ടെത്തുക, അത് കൃത്യമായി ഇത്തരത്തിൽ പരിശോധന നടത്തിയുണ്ട്. പക്ഷേ ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കാലാവസ്ഥ എത്രത്തോളം അത് ബാധിക്കുമെന്ന് നമുക്കറിയാം. തെളിഞ്ഞ കാലാവസ്ഥ ഒരു മണിക്കൂറെങ്കിലും കിട്ടിയാൽ മാത്രമേ ഡ്രോൺ ഇത്തരത്തിൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂ. എന്നാലും ശക്തമായ കാറ്റും മഴയുമാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലം തന്നെയാണ്. ഇനി ഏത് രീതിയിലാണ് ഈ തെരച്ചിൽ, ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എന്തായാലും വലിയ തോതിലുള്ള കാറ്റും ഒക്കെ വീശുന്നു. ഇരുമ്പ് വെച്ച ബാരിക്കാഡ് പോലും മറിഞ്ഞു വീഴുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്ര വലിയ ശക്തമായ കാറ്റാണ് ഇവിടെ ഉള്ളത്. വ്യക്തമാവുന്നുണ്ട്.